നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ചാക്കയിൽ നിന്ന് കാണാതായ 2 വയസ്സുകാരിയെ കണ്ടെത്തി മണിക്കൂറുകൾക്ക് ശേഷവും പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിക്കാതെ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ്. കാണാതായ സ്ഥലത്തിന് 1/2 കിലോമീറ്റർ മാത്രം അകലെയുള്ള കാനയിൽ കുട്ടി എങ്ങനെ എത്തിയെന്നതിൽ വ്യക്തതയില്ല. കുഞ്ഞിനെ കണ്ടെത്തിയ സ്ഥലത്തിന് സമീപം 3 പേരെ കണ്ടുവന്ന് സ്ഥലവാസിയായ ശാന്തി എന്ന വീട്ടമ്മ മൊഴി നൽകിയിട്ടുണ്ട്. 3 യുവാക്കളെയും ഇതിനു മുൻപ് കണ്ടിട്ടില്ലെന്നും ശാന്തി ന്യൂസ് 18നോട് പറഞ്ഞു. 3-4 പയ്യന്മാരോട് സിഗരറ്റ് വലിക്കുന്ന കണ്ടു. അപ്പം ഞാൻ അങ്ങോട്ട് പോകുമ്പോഴാണ് ഞാൻ കണ്ടത്. പക്ഷെ ഞാൻ 5 മണിക്ക് ഞാൻ പോയിട്ട് ഒരു 5:45 ഞാൻ തിരിച്ചു വന്നു. വരുമ്പോൾ അവരെ കണ്ടില്ല. എൻ്റെ ഒരു ഡൗട്ട്, അവർ ആദ്യമേ പയ്യന്മാരെ വിട്ട് ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷണം നോക്കിയിട്ട് കൊണ്ടുവന്ന് ഇട്ടതാകാനിരിക്കും സാധ്യത. 3 പേരുണ്ടായിരുന്നു. ഇവിടെ ഉള്ളവരല്ല. അത് ഈ പാലത്തിൻ്റെ കൂടെ ഇരിക്കുമായിരുന്നു. ആ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നിടത്ത് 5:15 മണിക്ക്. ഒന്നുമില്ല, ഒരു പഴയ പാൻറ്റും ഷർട്ടും ഇതേ ഉള്ളൂ. ഞാൻ അങ്ങോട്ടാണ് പോയി. അതിന് ശരിക്കും ശ്രദ്ധിക്കാൻ പറ്റിയില്ല എനിക്ക്. പക്ഷെ 3 പേർ അവിടെ ഇരിക്കും. ഈ സൈഡിൽ കൂടെ ഞാൻ പേട്ടയിൽ പോകുമായിരുന്നു. 3 പേരോടെ ഇല്ല ഇല്ല കൂടിയത് 15-16 വയസ്സ് വരും. പ്രായം. ഞാൻ ഈ അമ്പലത്തിന് നേരെ ഓപ്പോസിറ്റ് താമസിക്കുന്നത്. ഇല്ല ഞാൻ വൈകിട്ട് നമ്മൾ ഇവരെല്ലാം സംസാരിച്ചിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ. പക്ഷെ അവരെ കണ്ടു കിട്ടിയെന്ന് ആരും പറഞ്ഞു കേട്ടില്ല. 3 പേരും മുടിയൊക്കെ ഇച്ചിരി വളർത്തിയ പിള്ളേർ തന്നെയാണ്. ബംഗാളികൾ തന്നെയാണ് അവർ. ഈ നാട്ടുമ്പുറത്തുള്ളവരല്ല അവർ. ശാന്തി എന്ന ഈ വീട്ടമ്മയുടെ മൊഴി ഏറെ നിർണായകമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നത്. ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതികളെ കേന്ദ്രീകരിച്ചുള്ള പോലീസിന്റെ അന്വേഷണം. ഊട്ടിൽ ഈ കുട്ടിയും ഫാമിലിയും സഞ്ചരിക്കുന്ന ഒരു ഭാഗമായിട്ടാണ് അവരുടെ മൊഴികളിൽ നിന്ന് മനസ്സിലാവുന്നത്. കാരണം ഇവിടെ അടുത്തുള്ള ഒരു കുളത്തിലാണ് അവർ പല ദിവസങ്ങളിലെയും വന്നു പോകാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റൂട്ട് അവർക്ക് പരിചയമുള്ള ഒരു സ്ഥലമാണ്. പിന്നെ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ബാക്കി നമ്മൾക്ക് ആ സ്ഥലത്തിൽ നിന്നും ഇതൊരു റെയിൽവേ ട്രാക്കിന്റെ സമീപ പ്രദേശമായതുകൊണ്ടും അതൊരു ആളൊഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ടും വർഷങ്ങളായിട്ടുള്ള പല വേസ്റ്റ് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പരിശോധന നടത്തിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ നമുക്ക് ആ ഒരു കാര്യം പറയാൻ വേണ്ടി കഴിയൂ. കുട്ടിയെ കൊണ്ട് കിടത്തിയതാണെന്നുള്ള കാര്യം ഇല്ല, നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് കുട്ടി എത്തുന്നതിനുള്ള, അതായത് ഈ കുട്ടി ഇപ്പോൾ ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി കഴിയുള്ളൂ. കാരണം ചെറിയ പ്രായമുള്ള കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ കുട്ടി കുറച്ച് ആക്റ്റീവായിട്ട് ഓടുകയും ചാടുകയും ചെയ്യുന്ന കുട്ടിയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ഒരു സ്ഥലത്ത് എത്രമാത്രം കുട്ടിക്ക് എത്താൻ വേണ്ടി പറ്റുമെന്നുള്ളത് അപ്പോഴും ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ അത് ആദ്യം കുട്ടിയുടെ സൈക്കോളജിക്കൽ കൗൺസിലിംഗും അതുപോലെ അതിനുശേഷമുള്ള ഫാമിലിയുടെ കൂടുതലായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളും പോലീസ് അന്വേഷിക്കേണ്ടതായിട്ട് വരും. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാൻ, കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ പകൽ മുഴുവൻ കേരളത്തെ മുൾമുനയിൽ നിർത്തിയ ഒരു സംഭവമാണ്. ഡാൻ അടക്കമുള്ള മാധ്യമപ്രവർത്തകർ ആ വാർത്തയ്ക്ക് പിന്നാലെയായിരുന്നു. പോലീസിന്റെ ഊർജിതമായ അന്വേഷണം 19 മണിക്കൂറോളം പോലീസ് ഈ കുഞ്ഞിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും പക്ഷേ ഒടുവിൽ ഈ കുഞ്ഞിനെ കാണാതായ സ്ഥലത്തിന് തൊട്ട് സമീപത്തുള്ള കാനയിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷെ ഇതുവരെയും ഒരു ദിവസം പിന്നിട്ടിട്ടും പ്രതികളെ ആരാണ് ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത്, അതോ തട്ടിക്കൊണ്ടുപോകാൻ തന്നെയാണ് നടന്നത്, ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു പോലീസിനൊരു വ്യക്തതയില്ല. അതിൽ നിർണായകമായിട്ടുള്ളൊരു വീട്ടമ്മയുടെ മൊഴി മാത്രമാണ് ഈ കേസിൽ പോലീസിനെ സംബന്ധിച്ചൊരു തുമ്പുണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് പോലീസിന്റെ ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസിന്റെ നിഗമനം? ഇത് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ സംഭവം തന്നെയാണെന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ടോ ഡാൻ? ഏറെക്കുറെ അത്തരത്തിൽ ഒരു നിഗമനത്തിലേക്ക് തന്നെയാണ് അന്വേഷണം എത്തിച്ചേരുന്നത് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. കാരണം 2 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുഞ്ഞ് ഈ ബ്രഹ്മോസിന്റെ സമീപത്ത് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തായിരുന്നു കുടുംബസമേതം ഇവർ ഉറങ്ങിക്കിടന്നിരുന്നത്. അവിടെ നിന്നാണ് ഈ കുഞ്ഞ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി 12 മണിക്ക് കാണാതാകുന്നത്. അപ്പോൾ ഈ കുഞ്ഞ് തനിയെ അവിടേക്ക് നടന്ന് എത്താനുള്ള സാധ്യത, അതിന് ഒരു തരത്തിലുള്ള ഒരു പോസിബിലിറ്റിയും ഇല്ല എന്ന് പോലീസും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തിയ എല്ലാ ഉദ്യോഗസ്ഥരും ഏറെക്കുറെ അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞിനെ ആരോ തട്ടിക്കൊണ്ടു പോയതാണ് എന്നവർ കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. അപ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിടെ ഉയരുന്നത്. ആരാണ് ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത്, എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത്, എങ്ങനെയാണ് അവിടെ കൊണ്ട് ഉപേക്ഷിച്ചത്, ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് പോലീസ് തരുന്നത്. പക്ഷേ ചില CCTV ദൃശ്യങ്ങളൊക്കെ പോലീസിന് ലഭിച്ചിരുന്നെങ്കിലും പിന്നീട് വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കിയതിൽ നിന്ന്
ആ കണ്ടെത്തിയ ദൃശ്യങ്ങളിൽ ഉള്ളത് ഈ കുഞ്ഞ് അല്ല, മേരി അല്ല എന്നാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ കണ്ടെത്തിയ ഈ കുഞ്ഞുമായി കടന്നു പോയി എന്ന് കരുതപ്പെട്ടത് ഒരു സ്ത്രീയായിരുന്നു. പക്ഷേ ആ ദൃശ്യങ്ങളിലുള്ള ആൾ അത് അല്ല എന്നും പോലീസ് ഏറെക്കുറെ ഉറപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞിനെ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോയതെന്നൊരു വലിയ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട നിരവധി ആളുകളെ, അതായത് ഈ നാടോടി സംഘത്തിൽ ഉൾപ്പെട്ട ഈ മേരിയുടെ മാതാപിതാക്കൾക്കൊപ്പം ഇവിടെ ഉണ്ടായിരുന്ന മറ്റുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ ഈ റെയിൽവേ ട്രാക്കിന്റെ മറുവശത്തുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പുകൾ, അതോടൊപ്പം തന്നെ സമീപ സ്ഥലങ്ങളിലുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾ എത്താൻ ഇടയുള്ള സ്ഥലങ്ങൾ, അവിടെയൊക്കെ വിശദമായ പരിശോധനകളാണ് പോലീസ് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പമാണ് ഈ സമീപ സ്ഥലങ്ങളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നത്. അങ്ങനെ സംശയം തോന്നിയപ്പോൾ അവർ കൃത്യമായി കൂടുതൽ വിദഗ്ധ പരിശോധനകൾക്ക് വിധേയമാക്കുന്നതിന് വേണ്ടി എടുത്ത ഒരു CCTV ദൃശ്യമാണ് രാവിലെ നമുക്കടക്കം ലഭിച്ചത്. അത് നമ്മൾ കൃത്യമായി ആ ദൃശ്യങ്ങൾ നമ്മൾ പുറത്ത് എത്തിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ ദൃശ്യങ്ങളിലുള്ള ആ കുഞ്ഞ് മേരി അല്ല എന്ന ഒരു നിഗമനത്തിലേക്കാണ് ഏറ്റവും ഒടുവിൽ പോലീസ് സംഘം എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ വിശദമായി തന്നെ ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം ഒരു വശത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോറൻസിക് സംഘം എത്തി ഈ കുഞ്ഞിനെ കണ്ടെത്തിയ ഓടയ്ക്ക് സമീപത്ത് ഉള്ള സ്ഥലങ്ങൾ അരിച്ചു പിറക്കി അവിടെ ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ലഭിച്ച സൂചനകളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇനി അങ്ങോട്ട് മുമ്പോട്ട് നീങ്ങുക. ടോം, ഡാനി, നമുക്കറിയാം ഇന്നലെ കുഞ്ഞിനെ കണ്ടെത്തി ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. കുഞ്ഞിന്റെ ഈ മേരിയുടെ ആരോഗ്യനില എങ്ങനെയാണ്? മറ്റു തരത്തിലുള്ള കാരണം കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയവരുടെ ലക്ഷ്യം എന്താണെന്ന് സംബന്ധിച്ച് അവരെ കണ്ടെത്തിയാൽ, അവരെ പിടികൂടിയാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. കുഞ്ഞു പക്ഷേ വളരെ സുരക്ഷിതയായി തിരിച്ചു കിട്ടിയത് വലിയ ഭാഗ്യം കൊണ്ടാണെന്ന് വിശ്വസിക്കാം. കാരണം നമുക്കറിയാം ഇതിനു മുൻപ് ഇത്തരം തട്ടിക്കൊണ്ടുപോകുന്ന കേസിന്റെ സംഭവങ്ങളുടെയൊക്കെ അന്ത്യം വളരെ വേദനിപ്പിക്കുന്നതായിരുന്നു. അത്തരം ഒരു ദുരന്തവും സംഭവിക്കാത്തത് ഒരുപക്ഷെ ജാഗ്രതയോടുകൂടി കേരളം ആ കുഞ്ഞിന് വേണ്ടി കാത്തിരുന്നതാണ്. പോലീസിന്റെ വലിയ രീതിയിലുള്ള ഇടപെടലുകളാണ്, വലവിരിച്ചുള്ള അന്വേഷണമാണ്. ഒരുപക്ഷെ ഈ കുഞ്ഞുമായി കടന്നു കളയാൻ കഴിയാത്തതിന്റെ പശ്ചാത്തലത്തിൽ ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ സ്ഥലത്ത് തന്നെ തിരികെ കൊണ്ടുപോയി ഉപേക്ഷിച്ചതാണ് എന്ന ഒരു നിഗമനത്തിലേക്ക് എത്താമോ? അങ്ങനെ ഒരു സാധ്യതയ്ക്കുള്ള ഒരു സാഹചര്യം കൂടുതലാണ്. കാരണം അത്തരത്തിലുള്ള ഒരു വിലയിരുത്തലുകൾ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അപകടമൊന്നും കൂടാതെ ഈ കുഞ്ഞിനെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നതാണ് പോലീസിനെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യം. കാരണം ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് തരത്തിലുള്ള ഒരു സംഭവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് പോലീസിനെ ഏറെ മുൾമുനയിൽ നിർത്തുന്ന ഒരു സംഭവമായി മാറുകയും ചെയ്യുമായിരുന്നു. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് അവശ നിലയിൽ തന്നെ ആയിരുന്നു മേരിയെ ഈ ഓടയ്ക്ക് സമീപം ഈ പോലീസ് ഉദ്യോഗസ്ഥർ, മണ്ണന്തല പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ജനോഷാണ് ഈ കുഞ്ഞിനെ കണ്ടെത്തുന്നത്. സഹപ്രവർത്തകർക്കൊപ്പം പരിശോധന നടത്തുന്നതിനിടയിലാണ് ഈ കുഞ്ഞിനെ അവശ നിലയിൽ ഈ ഓടയ്ക്ക് സമീപത്ത് നിന്ന് കണ്ടെത്തുന്നത്. ഉടൻ തന്നെ ജനറൽ ആശുപത്രിയിൽ എത്തിക്കുന്നു. അവിടെ വിദഗ്ധ പരിശോധനയ്ക്കായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നു. അപ്പോൾ നിലവിൽ കുഞ്ഞിന്റെ ആരോഗ്യനില അത് തൃപ്തികരമാണ്. അല്ലെങ്കിൽ ഉണ്ടായിരുന്ന സമയത്ത്, കണ്ടെത്തിയ സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ നല്ല ഒരു ആരോഗ്യ അന്തരീക്ഷത്തിലേക്ക് മേരി മാറിയിട്ടുണ്ട്. ഇനി ഈ പോലീസിന്റെയും അന്വേഷണ സംഘത്തിന്റെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കുഞ്ഞിനെ അവർക്ക് സംശയമുള്ള ചില രേഖാചിത്രങ്ങളൊക്കെ പോലീസ് തയ്യാറാക്കുന്നുണ്ട്. സഹോദരൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ രേഖാചിത്രം തയ്യാറാക്കുന്നത്. ആ രേഖാചിത്രം മേരിയെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം പോലീസ് നടത്തും. അതോടൊപ്പം തന്നെ കൌൺസിലിംഗിന് വിധേയമാക്കും. ആ കൌൺസിലിംഗിന് വിധേയമാക്കിയ ശേഷം സാധാരണ ഒരു അവസ്ഥയിലേക്ക്, മാനസികാവസ്ഥയിലേക്ക് ഈ കുഞ്ഞ് വന്നു എന്ന് ഉറപ്പാക്കിയതിനു ശേഷമായിരിക്കും ഈ കുഞ്ഞിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കുഞ്ഞുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ ഈ ചോദിച്ചറിയാനോ കണ്ടെത്തുന്നതിനോ ഒക്കെയുള്ള നീക്കം നടത്തുക. നമുക്കറിയാം 2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞാണ്. ഭാഷയുടെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഒരു കുഞ്ഞിൽ നിന്ന് ഇങ്ങനെ ഒരു കേസുമായി ബന്ധപ്പെട്ട് എത്രത്തോളം കാര്യങ്ങൾ ചോദിച്ചറിയാൻ കഴിയുമെന്നൊരു വലിയ വെല്ലുവിളിയുണ്ട്. പോലീസ് കൊല്ലത്ത് നിന്നും ഏതാനും മാസങ്ങൾക്ക് മുൻപ് തട്ടിക്കൊണ്ടുപോയ അബിഗേൽ എന്ന കുഞ്ഞിന്റെ കഥ നമുക്കറിയാം. ഡാനൊക്കെ അവിടെ സ്ഥലത്ത് പോയി വിശദമായി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. അന്ന് ഒരുപക്ഷെ ആ കുഞ്ഞൊരു 6 വയസ്സുകാരിയായിരുന്നു. അവർക്ക് കൃത്യമായി തട്ടിക്കൊണ്ടുപോയതിനെ കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു. ഈ അബിഗേലിന്റെ സഹോദരൻ നൽകിയ വിവരങ്ങളൊക്കെ കേസിൽ നിർണായകമായ, അതുകൊണ്ടാണ് ആ പ്രതികളിലേക്ക് എത്താൻ പോലീസിനേറെ സഹായകരമായത്. പക്ഷേ ഈ കേസിലേക്ക് വരുമ്പോൾ 1-2 വയസ്സുള്ളൊരു കുഞ്ഞ് ഇത്തരം കാര്യങ്ങൾ, അത് ഒരു കമ്മ്യൂണിക്കേഷൻ പോലും ഒരു പക്ഷേ പോലീസിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടായിരിക്കാം. ഒരു ഭാഷ ഒരു വലിയ പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്.
കുഞ്ഞിന് ഈ ആളുകളെ തിരിച്ചറിയാൻ കഴിയുമോ? ഈ ഡാൻ സൂചിപ്പിച്ച പോലെ രേഖാചിത്രമൊക്കെ തയ്യാറാക്കി കുഞ്ഞിനെ കാണിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിയുന്ന അത്രയും ഒരു 2 വയസ്സുള്ള കുഞ്ഞിനത് മനസ്സിലാക്കാൻ കഴിയുമോ എന്ന കാര്യം പോലും സംശയമാണ്. അതുകൊണ്ട് ഈ കുഞ്ഞിനെ കൗൺസിലിങ്ങിന് വിധേയമാക്കി കുഞ്ഞിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഒരു അന്വേഷണം നടത്തിയാൽ പ്രതികളിലേക്ക് എത്താൻ കഴിയുമെന്നത് എത്രത്തോളം നമുക്ക് കണക്കുകൂട്ടാൻ കഴിയും ഡാൻ? അത് തന്നെയാണ് ടോം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. ഞാൻ അതാണ് ആദ്യം ചൂണ്ടിക്കാണിച്ചതും. കാരണം ആദ്യഘട്ടത്തിൽ ഈ കുഞ്ഞിന്റെ സഹോദരൻ, നേരെ മൂത്ത സഹോദരൻ പറഞ്ഞത്, മഞ്ഞ സ്കൂട്ടറിലെത്തിയ 2 പേർ അർദ്ധരാത്രി സമീപത്ത് വാഹനം നിർത്തുന്നു, കുഞ്ഞിനെയുമായി കടക്കുന്നു, അതിനിടയിൽ ഒരു മുട്ടായി കാണിച്ച് തന്നെയും പ്രലോഭിപ്പിക്കാൻ നോക്കുന്നു. ഇത്തരത്തിലുള്ള മൊഴികളായിരുന്നു പോലീസിന് നൽകിയത്. അതിന് പിന്നാലെ ഇവരുടെ മൂത്ത സഹോദരനും ഈ അനുജൻ പറഞ്ഞ വിവരങ്ങൾ പോലീസിനെ അറിയിക്കുകയുണ്ടായി. പക്ഷേ ഈ സ്കൂട്ടറിലെത്തി എന്ന തരത്തിൽ ഈ അനുജൻ പറഞ്ഞ കാര്യങ്ങൾ അത് വേറെ ആരും കണ്ടിട്ടില്ല. മുതിർന്നവരാരും അത്തരത്തിലൊരു മൊഴി പോലീസിന് നൽകിയിട്ടുമില്ല. അതുകൊണ്ട് ആ വഴിയിലേക്ക് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇങ്ങനെ ഒരു സ്കൂട്ടറോ അതുമായി ബന്ധപ്പെട്ട ആളുകളെ ഒന്നും കണ്ടെത്താനോ തിരിച്ചറിയാനോ ഒന്നും കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് നമ്മൾ ആദ്യഘട്ടത്തിൽ നൽകിയ ബൈറ്റ്, അതായത് ശാന്തി എന്ന് പറയുന്ന സ്ത്രീയുടെ ബൈറ്റ് അപരിചിതരായ ചിലരെ ഇവിടെ കണ്ടിരുന്നു എന്ന തരത്തിലുള്ള മൊഴി പോലീസിന് നൽകിയിരിക്കുന്നത്. അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ ഈ 19 മണിക്കൂർ പിന്നിട്ട് ഈ കുഞ്ഞിനെ കണ്ടെത്തിയതിനു ശേഷം പോലീസ് വിശദമായി ഇത് ആരാണ് എന്ന് കണ്ടെത്താൻ വേണ്ടി നടത്തിയ അന്വേഷണത്തിൽ ഏറെക്കുറെ ഇതൊരു നാടോടി സംഘങ്ങളുമായി ബന്ധപ്പെട്ട ആരോ ആണ്, അല്ലെങ്കിൽ ഇതര സംസ്ഥാന തൊഴിലാളികളും അവർക്ക് ബന്ധമുണ്ട്. ഇത്തരത്തിലുള്ള സൂചനകളൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ വഴിയിലേക്കാണ് അന്വേഷണം ഇപ്പോൾ നീണ്ടുകൊണ്ടിരിക്കുന്നത്. ടോം, ഡാൻ, അതായത് ഈ ഒരു സ്ഥലത്തിന്റെ ഒരു സ്വഭാവം എങ്ങനെയാണ് ഡാൻ? കാരണം പോലീസിന്റെ ഒരു സംശയവും ആ രീതിയിലാണ്. ഇതര സംസ്ഥാന തൊഴിലാളികൾ അതല്ലെങ്കിൽ നാടോടി സംഘങ്ങളെ കേന്ദ്രീകരിച്ച് അവിടെ ഈ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഒക്കെ ഒരു സാന്നിധ്യമുള്ള ഒരു സ്ഥലമാണോ ഇത്? അതായത് ഈ ബ്രഹ്മോസിന് സമീപത്തെ ഒരു മൈതാനത്ത്, ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ മൈതാനത്താണ് ഇവർ ഇങ്ങനെ കൂട്ടമായി എത്തി താമസിക്കുന്നത്. ഈ ഒരു വർഷത്തിൽ 2 തവണ ഈ ബീഹാറിൽ നിന്നുള്ള നാടോടി സംഘം ഇവിടേക്ക് എത്താറുണ്ട്. തേൻ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് അവരിവിടേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അപ്പോൾ ഈ നാടുമായിട്ട് കൃത്യമായ പരിചയമുണ്ടവർക്ക്. ഈ നാടിൽ അവർ വരുന്ന സമയവും ഏറെക്കുറെ എല്ലാ വർഷവും ഇതേ സമയത്ത് തന്നെയാണ് എത്തിയിരുന്നത്. പക്ഷേ ഈ സമീപ സ്ഥലങ്ങളിലും, അതായത് ഇവർ കിടന്ന് ഉറങ്ങിയിരുന്നതിന് സമീപത്ത് റെയിൽവേ ട്രാക്കാണ്. ആ റെയിൽവേ ട്രാക്കിന്റെ മറുവശത്തും സമാനമായ തരത്തിൽ ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ പോലീസ് ഇന്നലെ വ്യാപകമായ പരിശോധനകൾ നടത്തിയിരുന്നു. പക്ഷേ ആ പരിശോധനകളൊന്നും കൃത്യമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷമാണ് ഈ കുളക്കടവിൽ, അതായത് മൈത്രി നഗർ റെസിഡൻസ് അസോസിയേഷനോട് ചേർന്ന സ്ഥലത്ത് അതിന്റെ സമീപത്തുള്ള ഈ കടവിൽ സാധാരണയായി ഈ നാടോടി സംഘങ്ങൾ അവിടേക്ക് വെള്ളം ശേഖരിക്കാനും വസ്ത്രങ്ങൾ അലക്കുന്നതിനും മറ്റുമായി പോയിരുന്ന സ്ഥലമാണ്. അവിടെയും വിശദമായ പരിശോധന നടത്തി. അതിന് സമീപത്ത് 3 CCTV ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. ആ ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി. പക്ഷേ പോലീസിന്റെ അന്വേഷണത്തിന് സഹായകരമാകുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളൊന്നും ആ CCTV പരിശോധനയിൽ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് ഉച്ചവരെയും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമാണ് ഉദ്യോഗസ്ഥർ അതിന് സമീപത്തുള്ള സ്ഥലങ്ങളിലേക്ക് കൂടി പരിശോധനകളുടെ ഭാഗമായി എത്തിയത്. എന്തായാലും ഈ ആളുകൾ താമസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു വശത്തെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം, പക്ഷേ ഈ കുഞ്ഞിനെ കണ്ടെത്തുന്ന ആ വശം പൊന്തക്കാടാണ്. അതായത് ഈ ബ്രഹ്മോസിന്റെ അതിർത്തി മതിലാണ്. ആ മതിൽ കെട്ടിന്റെ തൊട്ട് ചേർന്നുള്ള വലിയ കാടിന്റെ ഇടയിലാണ് ഈ കുഞ്ഞിനെ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഒരിക്കലും 2 വയസ്സുള്ള ഒരു കുഞ്ഞിന് അവിടേക്ക് നടന്നെത്താൻ കഴിയില്ല. കാരണം അത്രയ്ക്ക് വലിയ കുഴിയാണ്. അവിടെ പോലീസ് തന്നെ ഏറെ പണിപ്പെട്ടാണ് അവിടെ ഇറങ്ങി കുഞ്ഞിനെ അവിടെ രക്ഷിച്ച് പുറത്തേക്ക് എടുത്തത്. അതുകൊണ്ട് കൃത്യമായ ആ സ്ഥലത്തെപ്പറ്റി ധാരണയുള്ള ആരോ ഒരാൾ കുഞ്ഞിനെ അവിടെ കൊണ്ട് ഉപേക്ഷിച്ചതാകാമെന്ന ഒരു നിഗമനത്തിലാണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഡാൻ, നമുക്കറിയാം ഈ ഓയൂരിൽ നിന്നും 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസും തിരുവനന്തപുരത്ത് നിന്ന് ഈ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇവിടെ ഒരു പോലീസിന്റെ അന്വേഷണത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ? കാരണം അവിടെയും ഓയൂരിലും ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയവർ തന്നെ ഉപേക്ഷിക്കുകയായിരുന്നു. ഇവിടെയും സമാനമായ സാഹചര്യമാണ്. അതായത് ഓയൂരിൽ ഒരു ദിവസത്തിലധികമാണ് ആ ബന്ധുക്കളെ അടക്കം നാട്ടുകാരെയും കേരളത്തെ ഒന്നാകെ വലിയ രീതിയിൽ മുൾമുനയിൽ നിർത്തിയത്. പക്ഷേ ഇവിടെയും 19 മണിക്കൂറോളം കുഞ്ഞ് എവിടെയാണെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. ഒടുവിൽ തട്ടിക്കൊണ്ടുപോയവർ തന്നെ അവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്ന സാഹചര്യമുണ്ടായി. നമ്മുടെ നാട്ടിൽ പോലീസിന്റെ സംവിധാനങ്ങളിൽ മാത്രമല്ല, റോഡുകളിൽ മാത്രമല്ല, മറ്റ് സാധാരണ കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ ഇപ്പോൾ CCTVകൾ ഉള്ളതാണ്.
കൃത്യമായ നിരീക്ഷണങ്ങളുള്ളതാണ്. പോലീസിന്റെ കൃത്യമായ നിരീക്ഷണം തലസ്ഥാന നഗരത്തിലെമ്പാടുമുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കാം ഇത്തരം വീഴ്ചകൾ അടിക്കടി പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്ന, അന്വേഷണത്തിലടക്കം ഉണ്ടാകുന്നത്? അങ്ങനെ ഒരു ആക്ഷേപം ഉയരുന്നുണ്ടോ ഡാൻ? നമുക്കൊരിക്കലും പൂർണ്ണമായി പോലീസിനെ കുറ്റപ്പെടുത്താവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് അടച്ചങ്ങ് ആക്ഷേപിക്കാൻ കഴിയില്ല. കാരണം രാത്രി പകലാക്കിയുള്ള അന്വേഷണമായിരുന്നു. ഉറക്കളച്ചാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഡെപ്യൂട്ടി കമ്മീഷണറും ഒക്കെ നേതൃത്വത്തിൽ ഇന്നലെ പുലർച്ചെ മുതൽ ഈ അന്വേഷണത്തിന്റെ ഭാഗമായത്. അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയവർക്ക് അധിക ദൂരം കുഞ്ഞുമായിട്ട് പോകാൻ കഴിയാതിരുന്നത്. അല്ലെങ്കിൽ രാത്രി വൈകി ആരും കാണാതെ ഈ കുഞ്ഞിനെ ഇവിടെ തന്നെ ഉപേക്ഷിക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തിയത് പോലീസിന്റെ പഴുതടച്ച അന്വേഷണമായിരുന്നു. നമുക്കറിയാം ഓയൂരിലും സമാനമായ സാഹചര്യം തന്നെയായിരുന്നു. പോലീസിനൊപ്പം മാധ്യമങ്ങളും സാധാരണക്കാരായ ജനങ്ങളും പുലർത്തിയ നിതാന്ത ജാഗ്രത, ആ ജാഗ്രത തന്നെയാണ് ഈ 6 വയസ്സുകാരി എന്ന അബിഗൽ സാറ റജിയെ അധിക ദൂരം പിന്നിടുന്നതിന് മുമ്പ് ഉപേക്ഷിക്കാൻ ഈ തട്ടിക്കൊണ്ടുപോയ പത്മകുമാറിനും ആ കുടുംബാംഗങ്ങൾക്കും നിർബന്ധിതരാക്കുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചത് ആ നിതാന്ത ജാഗ്രതയാണ്. സമാനമായ സാഹചര്യമാണ് ഇന്നലെയും ഉണ്ടായത്. കാരണം മാധ്യമങ്ങൾ ഇന്നലെ പുലർച്ചെ മുതൽ ഇടവേളകളില്ലാതെ ഈ കുഞ്ഞുമായി ബന്ധപ്പെട്ട വാർത്ത, അതിന്റെ കുഞ്ഞിന്റെ ചിത്രങ്ങൾ അടക്കം നൽകിക്കൊണ്ടിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, പൊതുജനങ്ങൾ കൂടുന്ന സ്ഥലങ്ങളിലെല്ലാം അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ, അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രചരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ അജ്ഞാത സംഘത്തിന് കുഞ്ഞിനുമായി അധിക ദൂരം പിന്നിടാൻ കഴിയാത്ത തരത്തിലേക്ക് ആ പോലീസിന്റെ അന്വേഷണവും അതോടൊപ്പം മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുലർത്തിയ നിതാന്ത ജാഗ്രതയും അത് അവർക്ക് വലിയൊരു വെല്ലുവിളിയായി. അത് തന്നെയാണ് വൈകുന്നേരത്തോടെ ഈ കുഞ്ഞിനെ ആരും കാണാതെ ഒരു സ്ഥലത്ത് ഉപേക്ഷിച്ച് മടങ്ങുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ച്. എന്തായാലും കുഞ്ഞിന് ആപത്തൊന്നും സംഭവിക്കാതെ അതിനെ വീണ്ടെടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി അങ്ങോട്ട് ആരാണ് ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നത് എന്ന കാര്യം ആ പോലീസ് വിശദമായ അന്വേഷണത്തിലൂടെ കണ്ടെത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു ബ്രീത്തിംഗ് സ്പേസിനിടയ്ക്ക് അവർ അത് കണ്ടെത്തുന്നില്ല എങ്കിൽ മാത്രമേ അന്വേഷണത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് വിവരങ്ങൾ നൽകിയത്. ഡാൻ സൂചിപ്പിച്ചതുപോലെ പോലീസിന്റെയും മാധ്യമങ്ങളുടെയും നാട്ടുകാരുടെയും അടക്കം ഒരു നിതാന്ത ജാഗ്രതയായിരിക്കാം ഒരുപക്ഷെ കുഞ്ഞിനെ യാതൊരു അപകടവും കൂടാതെ കണ്ടെത്താൻ കഴിഞ്ഞത്. പക്ഷേ അവിടെയും ഇപ്പോഴും ദുരൂഹതകൾ ബാക്കിയാണ്. ആരാണ് തട്ടിക്കൊണ്ടുപോയത്, എന്തിനാണ് ആ കുഞ്ഞിനെ 2 വയസ്സുകാരിയെ കടത്തിക്കൊണ്ടുപോയത് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉടൻ തന്നെ ഉത്തരം കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കാം. തൃശ്ശൂർ ഉള്ളുനിറുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് ഒറ്റപ്പാലത്ത് നിന്നും കേട്ടത്. കോട്ടയം സ്വദേശിനി ശില്പ എന്ന 29-കാരിയെ ചോദ്യം ചെയ്തപ്പോൾ നടുക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. മകളെ കൊലപ്പെടുത്തിയ ശേഷം പങ്കാളിയെ വിളിച്ചറിയിച്ച ശേഷമാണ് ശില്പ മാവേലിക്കരയിൽ നിന്നും ഒറ്റപ്പാലത്തെത്തിയത്. യുവതി ലഹരിക്കടിമയാണെന്നും പോലീസ് പറയുന്നു. എസ് വിനേഷ് കുമാർ ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. വിനേഷ്, ആലപ്പുഴ മാവേലിക്കരയിലെ വാടക വീട്ടിൽ വെച്ചാണ് ശില്പ 10 മാസം പ്രായമുള്ള കുഞ്ഞിനെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. പക്ഷേ ഇതിന്റെ മൃതദേഹം ഒറ്റപ്പാലത്ത് പിന്നീട് എത്തിക്കുന്നു. പാലക്കാട് പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ അന്വേഷണം നടത്തുന്നത്. ഇതിന്റെ അന്വേഷണം മാവേലിക്കരയ്ക്ക് മാറുമോ? പോലീസ് അതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ അടുത്ത നീക്കം എന്താണ്? മാത്രമല്ല, ഈ ശില്പ എന്ന യുവതിയെ ചോദ്യം ചെയ്തപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ട് എന്തിനാണ് ഈ കുഞ്ഞിനെ കൊന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ പോലീസിന്? ടോം, ഈ ശില്പയും കൊണ്ട് ഷൊർണൂർ പോലീസ് കഴിഞ്ഞ ദിവസം മാവേലിക്കരയിൽ എത്തിയിരുന്നു. അതായത് ഈ 1.5 വയസ്സുള്ള ശികന്യ എന്ന് പറഞ്ഞ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ സ്ഥലത്ത് ഇവർ പോയിരുന്നു. മാവേലിക്കരയിലെ വാടക വീട്ടിൽ വെച്ച് കഴിഞ്ഞ ശനിയാഴ്ച കൊലപ്പെടുത്തിയ ശേഷമാണ് ഇവർ ഷൊർണൂരിലെത്തിച്ചത്. ഈ കൊല്ലപ്പെട്ട കുഞ്ഞുമായി ഇവർ ടാക്സിയിൽ യാത്ര ചെയ്ത് ഷൊർണൂരിലെത്തുകയായിരുന്നു. ഷൊർണൂരിൽ ഇവരുടെ പങ്കാളി അവിടെ ഒരു തിയേറ്ററിൽ, ജീവിത പങ്കാളി അവരുടെ ഒരു തിയേറ്ററിൽ ജോലി നോക്കുന്നുണ്ട്. അയാളോട് കാര്യങ്ങൾ സംസാരിക്കുകയും എനിക്ക് മാത്രം അവകാശപ്പെട്ടാൽ, അല്ലെങ്കിൽ ഞാൻ മാത്രം കുഞ്ഞിനെ നോക്കിയിരിക്കാൻ കഴിയില്ല, എനിക്ക് ജോലിയുണ്ട്, അത് ജോലി നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്, എനിക്ക് ജോലി ഇല്ലാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ നിങ്ങൾ തന്നെ നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആ പൊതുസ്ഥലത്ത് കിടത്തിയിട്ട് പോവുകയാണ് ഉണ്ടായത്. അതിൽ സംശയം തോന്നിയ ഈ അജ്മൽ, അതായത് ഇവരുടെ ജീവിത പങ്കാളി അജ്മൽ പോലീസിന് വിവരം അറിയിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ്, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് കുഞ്ഞ് മരിച്ച കാര്യം അറിയുന്നത്. അതിനുശേഷം ഇവരെ ചോദ്യം ചെയ്തപ്പോൾ താൻ അങ്ങനെ കൊലപ്പെടുത്തിയിട്ടില്ല എന്നുള്ള ഒരു ഇതിലേക്ക് എത്തിയിരുന്നു. പിന്നീട് അത് പോലീസിന്റെ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് മാത്രമേ നടപടി സ്വീകരിക്കാൻ കഴിയുള്ളൂ എന്നാണ് പോലീസ് പറഞ്ഞത്. ഇവരെ കസ്റ്റഡിയിൽ നിന്ന് വിടുകയും ചെയ്തു. പിന്നീടാണ് ഇതിന്റെ മരണകാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ ശ്വാസം മുട്ടിയാണ് മരിച്ചത് എന്നുള്ളതും ഹൃദയസ്തംഭനം ഉണ്ടായത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ഇവരെ വീണ്ടും പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു. വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് താൻ തന്നെയാണ് കൊലപ്പെടുത്തി എന്നിവർ പറയുന്നത്. കൊലപ്പെടുത്തി എന്ന് പറയുന്നത് പ്രധാനമായും തനിക്ക് ജോലി നഷ്ടപ്പെട്ടു, തനിക്ക് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല, ഈ 1.5 വയസ്സുള്ള കുഞ്ഞിനെ തനിക്ക് മാത്രം
തൻ്റെ മാത്രം ഒരു ഉത്തരവാദിത്തമായി മാറുന്നു. ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള സഹകരണം ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇവർ പോലീസിനോട് പറഞ്ഞത്. ഇവർ രണ്ടുപേരും നേരത്തെ വിവാഹിതരായവരാണെന്ന് സംശയമുണ്ട്. അതിനുശേഷം ഇവർ ലിവിങ് ടുഗദറായി ജീവിക്കുകയായിരുന്നു. അങ്ങനെ ജീവിക്കുന്നതിനിടയിൽ രണ്ടുപേരുടെയും ഈ കുഞ്ഞുണ്ടായതിനു ശേഷം കഴിഞ്ഞ ഒരു 6 മാസമായി ഇതിനെ ചൊല്ലി ഇവർക്കിടയിൽ നിരന്തരമായി പ്രശ്നങ്ങളുണ്ട്. ഇവർ അകന്നാണ് ജീവിക്കുന്നത്. അതായത് ശില്പയുടെ വീട് കോട്ടയം ആണ്. ഇവിടെ പാലക്കാട് വെണ്ണക്കാടാണ് അജ്മലിൻ്റെ വീടുള്ളത്. ഈ 6 മാസമായി ഇവർ അകന്ന് ആണ് കഴിയുന്നതോടുകൂടി ഇവർക്ക് കുഞ്ഞിനെ ഒറ്റയ്ക്ക് നോക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരികയാണ് ഉണ്ടായത് എന്നാണ് ശില്പ പറയുന്നത്. എന്തായാലും ശില്പ ഈ മെസ്സേജ് കൃത്യമായി തന്നെ മോളെ ഞാൻ കൊന്നു, മോൾ മരിച്ചു, അജു മോളെ ഞാൻ കൊന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കുകയും ചെയ്തിരുന്നു. ഈ മെസ്സേജ് കൃത്യമായി തന്നെ അജ്മൽ പോലീസിന് കൈമാറിയതോടുകൂടി ഇവർ തന്നെയാണ് കുറ്റക്കാർ എന്നുള്ളതിൽ പോലീസ് അത് സ്ഥിരീകരിക്കുകയായിരുന്നു. തുടർന്ന് ഇവരെ പോലീസ് അജുവിന്റെ ഫോണിലെത്തിയ ആ മെസ്സേജ് ആണോ ഈ കേസിൽ പോലീസിന് ഏറെ നിർണായകമായത്? ഈ ശില്പ തന്നെയാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്ന്, അതായത് ഒരു കൊലപാതകം തന്നെയാണ് നടത്തിയതെന്ന കാര്യത്തിൽ ആ ഒരു കൃത്യമായ വിവരങ്ങളിലേക്ക് എത്താൻ പോലീസിന് സഹായകരമായത് ശില്പ അയച്ച ആ സന്ദേശം തന്നെയാണോ? അല്ല, അതിനു മുമ്പ് തന്നെ പോലീസിന് സംശയമുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടുകൂടി, കാരണം ശ്വാസം മുട്ടിയാണ് കുട്ടി മരിച്ചിട്ടുള്ളത്. കുട്ടിയുടെ മൂക്കും വായും പൊത്തിയ നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ സാധാരണ നിലയിൽ കഴുത്ത് ഞെരിച്ചോ മറ്റോ ആണെങ്കിൽ അതിൻ്റെ പാടുകളും ഉണ്ടാവും. അങ്ങനെയൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇവർ ഇവർ തെറാപ്പിസ്റ്റ് കൂടിയാണ്. ഇവർക്ക് കൃത്യമായി മനുഷ്യൻ്റെ പൾസും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ അറിയുന്ന ഒരാൾ കൂടിയാണ്. ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ് ശില്പ. അങ്ങനെ വളരെ പുറത്തറിയാത്ത രീതിയിൽ വളരെ ആസൂത്രിതമായി തന്നെയാണ് ഇവർ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. അതായത് മൂക്കും വായും പൊത്തിപ്പിടിച്ചുകൊണ്ട് കൊലപ്പെടുത്തിയെന്നാണ് ഇവർ പിന്നീട് പോലീസിനോട് പറയുന്നത്. പക്ഷേ പോലീസ് ഇവരുടെ ചോദ്യം ചെയ്യൽ തന്നെ ഇവർ കുറ്റമെല്ലാം സമ്മതിച്ചിരുന്നു. പക്ഷേ പിന്നീട് ഈ അജ്മലിൻ്റെ കയ്യിലുള്ള ഫോണിലേക്ക് ഇവർ കുട്ടിയെ കൊലപ്പെടുത്തിയതിനു ശേഷം വന്ന മെസ്സേജ് ഉണ്ടായിരുന്നു. ആ മെസ്സേജ് കൃത്യമായി തന്നെ അയാൾ ആദ്യം ഈ അജ്മൽ ഇത് വ്യക്തമാണ്. ദിനേശ്, ഡോക്ടർ എൽസി ഉമ്മൻ, മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ എൽസി ഉമ്മൻ കൂടി സ്പോട്ട് ലൈവിൽ തത്സമയം ചേരുന്നുണ്ട്. ഡോക്ടർ എൽസി ഉമ്മൻ, അവിശ്വസനീയമായ ഒരു വാർത്ത, ഏറെ നടുക്കമുണ്ടാക്കിയൊരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം പാലക്കാട് ഒറ്റപ്പാലത്ത് നിന്നും കേട്ടത്. ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് സ്വന്തം കുഞ്ഞിനെ, ഒരു കൈക്കുഞ്ഞിനെ അമ്മ ക്രൂരമായി കൊലപ്പെടുത്തിയൊരു സംഭവം, അതുമായി ബന്ധപ്പെട്ട് പോലീസ് ആ യുവതിയെ, ശില്പ എന്ന യുവതിയെ ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ജോലിക്ക് പോകാൻ ആ കുഞ്ഞൊരു തടസ്സമായി. ഇതിൻ്റെ പേരിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തുകയായിരുന്നു. കാരണം അവർ ലിവിങ് ടുഗദർ റിലേഷൻ ആയിരുന്നു, പങ്കാളി അവർ ഉപേക്ഷിച്ചു പോയി. പിന്നീട് ഒറ്റയ്ക്കുള്ള താമസത്തിൽ കുഞ്ഞൊരു ബാധ്യതയായി. എന്തുകൊണ്ടായിരിക്കാം ഇതുപോലുള്ള രീതിയിൽ നമ്മുടെ നാട്ടിലെ ഈ സമീപകാലത്ത് ഇതേ രീതിയിൽ സ്വന്തം കുഞ്ഞുങ്ങളെ പെറ്റമ്മ തന്നെ കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ അടിക്കടി നമ്മൾ കേൾക്കാറുണ്ട്. ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് ഈ സ്ത്രീകൾ, പ്രത്യേകിച്ചും യുവതികളൊക്കെ എത്താനുള്ള ഒരു കാരണം എന്തായിരിക്കും ഡോക്ടർ ഇൻസുമൻ? സ്വന്തം കുഞ്ഞിനെ പ്രസവിച്ച അമ്മ തന്നെ കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഫിലിസൈഡ് എന്ന് പറഞ്ഞ ഗണത്തിൽ വരുന്നതാണ്. വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ടാണ് അത് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കുട്ടി അൺവാണ്ടഡ് ആണെങ്കിൽ, ഈ അൺവാണ്ടഡ് എന്ന് പറയുന്നതിനും നമ്മൾ പലതരത്തിൽ അതിനെ വ്യാഖ്യാനിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, മാരേജ് ഇല്ലാതെ ഉണ്ടാകുന്ന കുട്ടി, അതായത് ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും അങ്ങനെ ചതിക്കപ്പെടുന്നത്, അങ്ങനെ അല്ലെങ്കിൽ ആ കുട്ടിയെ വേണ്ടാതായി റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കുന്ന അനുസരിച്ച് കുട്ടിയും വേണ്ടാതാകും, അങ്ങനെ ഒരു അൺവാണ്ടഡ് ക്രൈറ്റീരിയ. രണ്ടെന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അവരുടെ സ്വാതന്ത്ര്യത്തിന് അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ഏത് രീതിയിൽ പോകണമോ അതിന് തടസ്സമാണ് ഈ കുട്ടി എന്ന് തോന്നുമ്പോൾ, അത് മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവൃത്തിയിൽ ഇൻഡൾജ് ചെയ്യാനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ജോലിക്ക് എന്താവശ്യമാണെങ്കിലും അവർക്ക് എന്താണോ ആവശ്യം അതിന്റെ ആ ഒരു സ്വാതന്ത്ര്യത്തിന് കുട്ടി തടസ്സമാണ് എന്ന് തോന്നുമ്പോഴും ഈ അൺവാണ്ടഡ് സ്റ്റാറ്റസ് ആണ് വരുന്നത്. അപ്പോൾ കുട്ടിയെ കൊലപ്പെടുത്താനുള്ള ഒരു വ്യഗ്രത ഉണ്ടാവാം. മൂന്നാമെന്ന് പറയുന്നത് പ്രസവാനന്തര വിഷാദം ഉണ്ടാകുമ്പോൾ, കഴിഞ്ഞ ദിവസവും പത്രത്തിൽ വാർത്ത നമ്മൾ കണ്ടതായിരുന്നല്ലോ, ആ പർട്ടിക്കുലർ ലേഡിക്ക് ജാമ്യം കിട്ടി. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ പ്രസവാനന്തരമുള്ള ഡിപ്രഷൻ എന്ന് പറയുന്നത് കടുത്ത വിഷാദ രോഗമാവുമ്പോൾ കുട്ടി മറ്റൊരാൾക്കും ബാധ്യതയായി തീരണ്ട, അതുകൊണ്ട് ഞാൻ മരിക്കുന്നതിന് മുമ്പേ കുട്ടിയെ കൊലപ്പെടുത്തിയിട്ട് ഞാൻ മരിച്ചാൽ രണ്ടുപേരും ആർക്കും ഒരു ഉത്തരവാദിത്വമോ അല്ലെങ്കിൽ ബാധ്യതയോ ആയി തീരണ്ട എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ അങ്ങനെയുള്ള അമ്മമാർ തീരുമാനമെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. നാലാമത്തെന്ന് പറയുന്നത് ലഹരി ഉപയോഗത്തിന് അടിമയായിട്ടുള്ളവര്, അതിപ്പോൾ മദ്യപാനമാണെന്നുണ്ടെങ്കിലും മറ്റു ലഹരികളാണെങ്കിലും കഞ്ചാവാണെങ്കിലും എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും സ്റ്റിമുലൻസ് ആണെങ്കിലും എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ലഹരി ഉപയോഗിക്കുമ്പോൾ
ഇത്തരം മാതൃത്വം എന്നുള്ള ഒരു വികാരങ്ങളൊക്കെയും നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അത്തരം കൺസെപ്റ്റ് ഒക്കെയും നഷ്ടപ്പെട്ട് കുട്ടിയെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ കൊന്നുകളയാനോ, അത് മാത്രമല്ല ഏത് തരം ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യാനോ ഉള്ള ഭയമോ അല്ലെങ്കിൽ മടുപ്പോ അറപ്പോ ഒന്നുമില്ലാതെ ആ ഇൻഹിബിഷൻ ഒക്കെയും തന്നെ നഷ്ടപ്പെട്ട് അവരെന്തും ചെയ്യാനുള്ള ഒരു ത്വര അവർക്ക് ഉള്ളിലേക്ക് വരുന്നു. അഞ്ചാമത്തെന്ന് പറയുന്നത് വ്യക്തിത്വ വൈകല്യം. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഇത്തരം പ്രശ്നങ്ങൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇതിൽ 2 കാരണങ്ങൾ ഒരുപക്ഷെ ഈ കേസിൽ ഒരുപക്ഷെ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്താൻ കാരണമായി കാണണം. കാരണം ഇവർ ഒന്ന് ലിവിങ് ടുഗദർ റിലേഷനാണ്, പങ്കാളി ഉപേക്ഷിച്ചു പോകുന്നു, കുഞ്ഞിനെ നോക്കാൻ മറ്റ് ആരുടെയും സഹായമില്ലാത്തൊരവസ്ഥ. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഏറെ ഗുരുതരമായിട്ടുള്ള സാഹചര്യം, ശില്പ എന്ന ഈ 29-കാരി ലഹരിക്ക് അടിമയായിരുന്നു എന്നതാണ്. അതായത് പ്രസവാനന്തരവും ഈ കുഞ്ഞ് ജനിച്ച ശേഷവും ഇവർ ലഹരി ഉപയോഗിച്ചിരുന്നു. അത്തരം സംഭവങ്ങളൊക്കെ ഒരുപക്ഷെ ഈ രീതിയിൽ യാതൊരു അറപ്പുമില്ലാതെ, യാതൊരു കുറ്റബോധവുമില്ലാതെ, ഭയവും കൂടാതെ ഒരു പ്രസവിച്ച കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് മാറാൻ ഒരമ്മയ്ക്ക് അതൊക്കെ കഴിയുമോ ഡോക്ടർ എൽസിയോമൻ? അങ്ങനെ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഒരുപാട് റിപ്പോർട്ട്സ് നമ്മുടെ ചുറ്റുമുണ്ട്. ഈ അടുത്തിടെയാണെന്നുണ്ടെങ്കിലും ഞാനൊരു സ്ത്രീയോട് സംസാരിച്ചപ്പോൾ അവര് ഡിവോഴ്സിന്റെ വക്കിലാണ്. അതാണ് 6ാമത്തെ ഒരു പ്രധാന റീസൺ കുട്ടിയെ കൊന്നുകളയാനുള്ളത്. അപ്പോ ഒരു പക്ഷേ ഭർത്താവിന് കുട്ടികളെ ലഭിക്കും എന്നുള്ള ഒരു സ്ഥിതി, അതായത് കോടതിയിൽ ഭർത്താവിന് അനുകൂലമായിട്ട് ചൈൽഡ് കസ്റ്റഡി ഭർത്താവിന് കിട്ടുന്ന ഒരു സ്ഥിതി വരുമ്പോൾ അവർക്കത് ഈഗോ ഒരു പ്രശ്നം, അതായത് താൻ തോറ്റുപോയി, ഭർത്താവിന്റെ മുന്നിലും കോടതിയുടെ മുന്നിലും ഒക്കെ താൻ തോറ്റുപോയി, അതുകൊണ്ട് കുട്ടികളെ കൊന്നുകളഞ്ഞാൽ എന്താ എന്നുള്ള ഒരു ചിന്ത ഒരു യുവതി എന്നോട് പങ്കുവയ്ക്കുകയുണ്ടായി. അപ്പോ പലപ്പോഴും നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു വ്യക്തിയുടെ സ്വാർത്ഥ മനോഭാവം അല്ലെങ്കിൽ ജയം തോൽവി ഇതൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ എടുത്തിട്ടാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ചിന്തിക്കുന്ന വൈകൃത മനസാക്ഷി ഉള്ളവർ അല്ലെങ്കിൽ വൈകൃത മനസ്സുള്ളവർ നമ്മുടെ സമൂഹത്തിൽ തീർച്ചയായിട്ടും ഉണ്ട്. അതിന്റെ പെർസെന്റേജ് തുലവും കുറവാണ് എങ്കിൽ പോലും നമ്മൾ എപ്പോഴും വിചാരിക്കുന്നതാണ് മാതൃത്വം എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ ശ്രേഷ്ഠകരമായിട്ടൊരു വികാരമാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച്. പക്ഷെ ഈ മാതൃത്വം തന്നെ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കുന്ന അനേകം അമ്മമാർ നമ്മുടെ സമൂഹത്തിലുണ്ട്, അത് നമ്മൾ മറന്നുകൂടാ. അതേപോലെ തന്നെ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് അമ്മമാര്, അതിന് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ മുടക്കാനും മടിയില്ലാതെ അല്ലെങ്കിൽ കടമെടുത്തിട്ടാണെങ്കിലും കിടപ്പാടം വരെ വിറ്റ് കുട്ടി ഉണ്ടാവാൻ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഒരുപാട് അമ്മമാർ നമുക്ക് ചുറ്റുമുണ്ട്. അവര് ഡിപ്രസ്ഡ് ആയിട്ട് അങ്ങനെയുള്ള മക്കളില്ലാത്ത അമ്മമാർ എന്റെ അടുത്ത് വരാറുണ്ട്. കാരണം 10, 15, 20 വർഷമായിട്ട് കുട്ടികളില്ലാതെ ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ, പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ കുട്ടികളില്ലെങ്കിൽ മറ്റൊരു രീതിയിലാണ് അത്തരം കപ്പിൾസിനെ കാണുന്നത്. അവർക്ക് പലപ്പോഴും പ്രത്യേകിച്ചും ചില കാസ്റ്റിലൊക്കെയും അവരെ കണി കാണുന്നത് ശരിയല്ല, അല്ലെ അവരെ നല്ല ചടങ്ങിനൊക്കെയും അവരെ ക്ഷണിക്കാറില്ല. അങ്ങനെയൊക്കെയും ചില ശീലങ്ങളോ അല്ലെങ്കിൽ സംസ്കാരങ്ങളോ ഉള്ള നമ്മുടെ സമൂഹത്തിൽ അത്തരം അമ്മമാരുടെയൊക്കെ വേദന ഒരു വശത്ത് കിടക്കുമ്പോൾ അവർ മാതൃത്വം അത്രയും ഉയർത്തിപ്പിടിച്ച് കാണിക്കുമ്പോൾ മറുവശത്ത് ഈ മാതൃത്വത്തിന്റെ വിലയോ അല്ലെങ്കിൽ അതിന്റെ മൂല്യമോ ഒന്നും മനസ്സിലാക്കാതെ മാതൃത്വം മുതലെടുക്കുന്ന അമ്മമാരും നമ്മുടെ സമൂഹത്തിലുണ്ട്. തീർച്ചയായിട്ടും ചിന്തിക്കണം. പലപ്പോഴും അമ്മ എന്ന കാർഡ്, അമ്മയുടെ കാർഡ് ഉപയോഗിച്ച്, സെന്റി കാർഡ് ഉപയോഗിക്കുക എന്ന് ഞങ്ങൾ പറയാറുണ്ട്. അമ്മ എന്ന വികാരത്തിന്റെ സെന്റി കാർഡ് ഉപയോഗിച്ച് മക്കൾക്ക് വേണ്ടിയിട്ട് അച്ഛനോടും അല്ലെങ്കിൽ ബാക്കിയുള്ളവരോടും ഈവൻ കോടതിയിൽ പോലും വിലപേശുന്ന അമ്മമാരും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു സമ്മിശ്രിതമാണ് നമ്മുടെ സമൂഹം. അപ്പൊ ഇത്തരം അനാരോഗ്യകരമായിട്ടുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റെക്ടിഫൈ ചെയ്ത് കൊണ്ടുപോവുകയാണ് വേണ്ടത്. പ്രത്യേകിച്ചും ഇപ്പോൾ ഡ്രഗ് അഡിക്ട്സ് അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളയ്ക്കുന്ന ഒരു കാര്യമല്ല. പലപ്പോഴും താങ്കൾ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പറഞ്ഞ സ്ത്രീക്ക് എനിക്ക് പേഴ്സണലി അറിയാത്തത് കൊണ്ട് ഞാൻ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് ആധികാരികമായിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് 3 റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ലഹരി ഉപയോഗം, പ്രസവാനന്തരത്തിന്റെ ഒരു ഹോർമോണൽ ഒരു പ്രശ്നം, അത് തന്നെയല്ല ഭർത്താവുമായിട്ടുള്ള ഒരു ഇഷ്യൂ, ഭർത്താവ് എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ ജീവിത അല്ലെങ്കിൽ ആ പാർട്ട്ണറായിട്ടുള്ള ഒരു ഇഷ്യൂ, അവർക്ക് ഒറ്റപ്പെട്ട അവസ്ഥ, ലിവിംഗ് ടുഗദർ ആയിരുന്നു, ഒരു ബ്രോക്കൺ റിലേഷൻഷിപ്പ് എന്നൊരു അവസ്ഥ. അപ്പൊ അങ്ങനെ 3 പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് റിസ്ക് കൂടുതലാണ്. അപ്പം ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവര് അവരുടെ ഉള്ളിൽ ഇത്തരം ക്രിമിനാലിറ്റിയോ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൊട്ടിമുളയ്ക്കാനുള്ള വളക്കൂറുള്ള മണ്ണ് തീർച്ചയായിട്ടും ഈ സാഹചര്യങ്ങളൊക്കെയും തന്നെ നൽകി കൊടുത്തിരിക്കണം, പ്രത്യേകിച്ചും ലഹരി ഉപയോഗം. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഒരു പെട്ടെന്ന് ഒരു വൺ ഫൈൻ ഡേ ഉണ്ടാകുന്നതല്ല, അത് കുറെ കാലമായിട്ട് ഒരു പക്ഷെ ഇത് കാണിച്ചിരിക്കണം, പല രീതിയിൽ പല ലക്ഷണങ്ങൾ കാണിച്ചിരിക്കണം. അപ്പോഴൊക്കെയും ഒരു വിദഗ്ധ സഹായം തേടിയിരുന്നെങ്കിൽ, ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ടിരുന്നെങ്കിൽ ഇത്തരം ദാരുണമായിട്ടുള്ള അനുഭവങ്ങളൊക്കെയും അല്ലെങ്കിൽ ഇൻസിഡൻസസ് ഒക്കെയും നമുക്ക് തീർച്ചയായിട്ടും ഒഴിവാക്കാമായിരുന്നതും ആയിരുന്നു. ഡോക്ടർ എൽസിയോമൻ, ഈ സമീപകാലത്ത് നമ്മുടെ യുവാക്കളുടെ ഇടയിൽ ഒരു ട്രെൻഡ്, പ്രത്യേകിച്ചും ഈ ലിവിങ് ടുഗദർ റിലേഷൻ
മറ്റ് വിവാഹ ജീവിതം താല്പര്യമില്ലാത്ത യുവാക്കളുടെ എണ്ണം കേരളത്തിലടക്കം വർദ്ധിക്കുന്നു എന്നൊരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വന്നതാണ്. വലിയ രീതിയിൽ ലഹരി ഉപയോഗിക്കുന്ന യുവതികളടക്കം ഇപ്പോൾ ഈ അടുത്തിടെ വർദ്ധിച്ചു വരുന്നു. യുവതികൾക്കിടയിൽ പോലും ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നു. ഒരുപക്ഷെ ഈ ലിവിങ് ടുഗദർ റിലേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ദാമ്പത്യ ജീവിതത്തിലാണെങ്കിൽ അച്ഛനും അമ്മയ്ക്കും നിയമപരമായിട്ടെങ്കിലും അവരുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തമുണ്ട് രണ്ടു പേർക്കും. പക്ഷേ ലിവിങ് ടുഗദർ റിലേഷനിൽ അമ്മയ്ക്ക് മാത്രം ഉത്തരവാദിത്തമായി മാറുന്നു. അച്ഛൻ ഒരുപക്ഷെ ഉപേക്ഷിച്ചു പോയി, അച്ഛൻ അതല്ലെങ്കിൽ പങ്കാളി ഉപേക്ഷിച്ചു പോയാൽ പൂർണ്ണമായി അതിൻ്റെ ഉത്തരവാദിത്തം അമ്മയിലേക്ക് മാത്രം ഒതുങ്ങുന്നൊരവസ്ഥ. അതൊക്കെ ഒരുപക്ഷെ ഈ കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതത്തെ വലിയ രീതിയിൽ ബാധിക്കില്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഏത് പഠനങ്ങൾ നോക്കിയാലും സിംഗിൾ പാരന്റിങ് എന്ന് പറയുന്നത്, അപ്പോൾ പലപ്പോഴും സിംഗിൾ പാരന്റ്സ് ആയിട്ടുള്ളവർക്ക് എന്റെ ഇത് കേൾക്കുമ്പോൾ അവർക്ക് ദേഷ്യം വരാൻ സ്വാഭാവികമായിട്ടും. സിംഗിൾ പാരന്റിങ് സ്റ്റാറ്റസ് ഉള്ള കുട്ടികൾക്ക് നമ്മൾ മറ്റ് കുട്ടികളെ അപേക്ഷിച്ച് മറ്റു കുട്ടികളെ കൺട്രോളായി വെച്ചിട്ടുള്ള എല്ലാ സ്റ്റഡീസും തന്നെ കാണിക്കുന്നത് പെരുമാറ്റ വൈകല്യം, ബിഹേവിയറൽ ഇഷ്യൂസ്, അല്ലെങ്കിൽ മറ്റു മാനസിക പ്രശ്നങ്ങൾ, ലഹരി ഉപയോഗം, വ്യക്തിത്വ വൈകല്യങ്ങൾ, ഇതൊക്കെയും ഇങ്ങനത്തെ കുട്ടികൾക്ക് റിസ്ക് ഫാക്ടർ തന്നെയാണ്. അപ്പൊ ഇങ്ങനത്തെ കുട്ടികൾക്ക് മറ്റു കുട്ടികളെ അപേക്ഷിച്ച് ഇത്തരം കാര്യങ്ങൾ, ഇത്തരം സാഹചര്യങ്ങളോ രോഗങ്ങളോ മനോരോഗങ്ങളോ ഒക്കെ വരാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. അതിന് യാതൊരു തർക്കവും വേണ്ട. രണ്ടാമത്തെ കാര്യം, ലിവിങ് ടുഗദർ ആണെന്നുണ്ടെങ്കിൽ കുട്ടി ഉണ്ടായാൽ മാത്രമല്ല, അതിനു മുമ്പേ തന്നെ അവർക്ക് വളരെയധികം ആലോചിക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ്. താങ്കൾ സൂചിപ്പിച്ചത് വളരെയധികം ശരിയാണ്. ഇപ്പോഴത്തെ നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെയും ലിവിങ് ടുഗദറിനോട് ഒരു പ്രത്യേക പ്രാമുഖ്യമുണ്ട്, അല്ലെങ്കിൽ അതിനോടൊരു ഒരു അഫിനിറ്റി ഉണ്ട്. കാരണം അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഏത് നിമിഷം വേണേലും ബൈ പറഞ്ഞിട്ട് പോകാം എന്നുള്ള ഒരു സാഹചര്യം മാത്രമാണ് അവരിതിനെ കണക്കാക്കുന്നത്. പക്ഷേ അതിന് ഉണ്ടാകാവുന്ന ദൂരവ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. അവർക്ക് നിയമപരമായിട്ട് യാതൊരു സാധുതയും അറ്റ് പ്രസന്റ് നമ്മുടെ രാജ്യം കൊടുക്കുന്നില്ല, യാതൊരു സംരക്ഷണയും അവർക്ക് കൊടുക്കുന്നില്ല. അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പോലും നമ്മുടെ നിയമം പോലും നോക്കി നിൽക്കത്തക്ക രീതിയിലൊരു അവസ്ഥ, അത്രയും അതിനപ്പുറത്തേക്ക് അവർക്ക് ഒരു രീതിയിലും ഈ ഒരു റിലേഷൻഷിപ്പ് ക്രൈസിസിൽ അവർക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല. അല്ലാതെ ഒരു പൗരൻ എന്നുള്ള രീതിയിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും കിട്ടിയേക്കായിരിക്കാം, പക്ഷെ റിലേഷൻഷിപ്പിൽ നിന്നുള്ള യാതൊരു ആനുകൂല്യങ്ങളും നമുക്ക് ഇപ്പോൾ അറ്റ് പ്രസന്റ് നമ്മുടെ നിയമം അനുസരിച്ച് കിട്ടുന്ന യാതൊരു സാധ്യതയും ഇപ്പോഴില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഇത്തരം റിലേഷൻഷിപ്പിൽ എത്തപ്പെട്ട് കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ഈ ഡ്രഗ് അബ്യൂസ് ഉള്ളവർ, ഞാൻ പലപ്പോഴും എൻ്റെ അടുത്ത് ലിവിങ് ടുഗദർ ആയിട്ടുള്ള കപ്പിൾ ഒരുപാട് പേര് വരാറുണ്ട്. അപ്പോഴൊക്കെയും അതിനകത്തിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വന്നിരിക്കുന്ന ഒരു 99% ആളുകളിലും ലഹരി ഉപയോഗം തീർച്ചയായിട്ടും ഉണ്ട്. പ്രത്യേകിച്ചും മദ്യമല്ല, അതിനപ്പുറത്തേക്കുള്ളത് കഞ്ചാവാണെങ്കിലും മറ്റ് സിന്തറ്റിക് ലഹരി വസ്തുക്കളാണെങ്കിലും MDMA, മെത്ത്, അങ്ങനത്തെയൊക്കെയുള്ള ചരിത്രമുള്ള കുട്ടികൾ തന്നെയാണ് ലിവിങ് ടുഗദർ സ്റ്റാറ്റസിൽ എൻ്റെ അടുത്ത് വരുന്നത്. പലപ്പോഴും പേരൻസിന് പോലും ഒരുപക്ഷെ അറിവില്ലായിരിക്കാം ഇങ്ങനെ ഇഷ്യൂ ഉണ്ടെന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ജീവൻ വരെ റിസ്ക് ചെയ്ത്, അതായത് ചിലപ്പോൾ ജീവിത പങ്കാളി തങ്ങളെ കൊന്നു കളഞ്ഞേക്കാം എന്നുള്ളൊരു സാഹചര്യം വരെ പങ്കുവയ്ക്കുന്ന കപ്പിൾ വരാറുണ്ട്, അല്ലെങ്കിൽ പെൺകുട്ടിയോ വരാറുണ്ട്, ആൺകുട്ടിയും വരാറുണ്ട്. നമ്മൾ വിചാരിക്കേണ്ട ആൺകുട്ടികളാണ് ഏറ്റവും പ്രശ്നക്കാരെന്ന്. അങ്ങനെയല്ല, പെൺകുട്ടികളും പ്രശ്നക്കാരുള്ള അധികം പേരുണ്ട്. ഇത്തരം അവസ്ഥയിലേക്ക് പോകുന്നതും കുറ്റകൃത്യം ചെയ്യാൻ യാതൊരു മടുപ്പോ ഒന്നുമില്ലാത്ത കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട്. അപ്പോൾ അത്രയും രീതിയിലുള്ള ഒരു ചേഞ്ച് നമ്മുടെ സമൂഹത്തിൽ വന്നിരിക്കുന്നു. നമ്മൾ ഒരു വെസ്റ്റേൺ ഒരു സ്റ്റാറ്റസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ UK-ലൊക്കെയും അതിപ്പോൾ വരുന്ന എല്ലാ റിസർച്ചേഴ്സും എല്ലാം തന്നെ കാണിക്കുന്നത് അവരൊരു കാലത്ത് ലിവിങ് ടുഗദറിനെ പ്രോത്സാഹിപ്പിച്ചു, മാരേജ് വേണ്ട എന്നുള്ളൊരു സാഹചര്യത്തിലായിരുന്നു അവിടെ. പക്ഷെ ഇപ്പോൾ അവർ പോലും ഇത്രയും സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് അഭിമാനിക്കുന്ന അവർ പോലും അത്തരം കൺസെപ്റ്റ് ഒക്കെ വെടിഞ്ഞ് ലിവിങ് ടുഗദറിനെക്കാട്ടിലും ആരോഗ്യപരം മാരേജ് ആണ് എന്നുള്ള ആ ഒരു തിരിഞ്ഞ ചിന്താഗതിയിലേക്ക് അവിടുത്തെ കുട്ടികളും അവിടുത്തെ സമൂഹവും മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുമ്പോഴാണ് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഒരു ഡീവിയേഷൻ വന്നിരിക്കുന്നത്. അതൊട്ടും ആരോഗ്യപരമല്ല. ആ രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഈ ഇൻസിഡൻസസ്, ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റീസും അല്ലെങ്കിൽ കൊലപാതകങ്ങളും ആത്മഹത്യകളുടെയും ഒക്കെയും തോത് കൂടാൻ വളരെയധികം സാധ്യതയും കൂടുതലാണ്. അത് തന്നെയല്ല, ചിലപ്പോൾ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. അതിന്റെ അർത്ഥം കല്യാണം കഴിച്ചവർക്ക് അങ്ങനെ ഉണ്ടാകത്തില്ല എന്നല്ല, അവർക്കും ഉണ്ട്. പക്ഷെ ഇതിന് റിസ്ക് കൂടുതലാണ്. കാരണം ബന്ധത്തിന് ഒരു കെട്ടുറപ്പില്ലാത്തത് കൊണ്ട് റിസ്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മറ്റു ഇതര രോഗങ്ങൾ വരാനുള്ള ഒരു സാധ്യതയും ഒക്കെയും ഉണ്ട്. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഒരു കാലത്ത് തുടച്ചു മാറ്റപ്പെട്ട പല കാര്യങ്ങളും വീണ്ടും തിരികെ വന്ന് ഇതിനപ്പുറം പ്രശ്നമുണ്ടാകാനുള്ള ഒരു സാധ്യത, ആ ഒരു റിസ്ക് തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഫുട്ബോൾ ആവേശം ചിലപ്പോൾ അതിര് കടക്കാറുണ്ട്. മലപ്പുറത്ത് ഇത്തരം സംഭവങ്ങൾ, അതായത് ഫുട്ബോൾ മത്സരത്തിനിടെ കാണികൾ തമ്മിലുള്ള വാക്കേറ്റമൊക്കെ പലപ്പോഴും സംഘർഷത്തിലാണ് കലാശിക്കുന്നത്. മലപ്പുറം വാണിയമ്പലത്താണ് സെവൻസ് ഫുട്ബോളിനിടെ സംഘർഷമുണ്ടായത്. കാണികൾ തമ്മിലുള്ള വാക്കേറ്റം
സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നിട്ടുണ്ട് ഈ സംഘർഷത്തിന്റെ. രണ്ട് ടീമുകളുടെ ആരാധകർ തമ്മിൽ പരസ്പരം കൊമ്പുകോർക്കുന്ന, വാക്കേറ്റത്തിൽ ഏർപ്പെടുന്ന, അത് പിന്നീട് വലിയ കൂട്ടത്തല്ലിൽ കലാശിക്കുന്ന കാഴ്ച. ഈ സംഘർഷത്തിൽ ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ? പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസമാണ് രാത്രി ഈ സംഭവം ഉണ്ടായത്. വണ്ടൂർ വാണിയമ്പലം ആസാദ് സ്പോർട്സ് ക്ലബ്ബായിരുന്നു ഈ ഒരു ടൂർണമെന്റ് സംഘടിപ്പിച്ചിരുന്നത്. ഇതിൽ പങ്കെടുത്ത ടീമുകൾ ബേസ് പെരുമ്പാവൂരും യുണൈറ്റഡ് FC നെല്ലിക്കുത്തുമായിരുന്നു. നമുക്കറിയാം, മലപ്പുറത്തെ സംബന്ധിച്ച് ഫുട്ബോള് പ്രാണവായുവിനെ പോലെ തന്നെ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഓരോ ഫുട്ബോൾ മത്സരങ്ങളും ഇവിടെ ആഘോഷങ്ങളാണ്. രാത്രി മുഴുവൻ ഫുട്ബോൾ കളിക്കുന്നവരും കാണുന്നവരും ഒക്കെയാണ് ഈ നാട്ടുകാരുള്ളത്. സെവൻസിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ എല്ലാ മുക്കിലും മൂലയിലും മത്സരത്തിന് ആവേശമാണ്. അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും മലപ്പുറത്തേക്ക് പെരുമ്പാവൂരിൽ നിന്ന് വന്ന ടീമിലും അവരുടെ ആരാധകർ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. മഞ്ചേരി നെല്ലിക്കുത്ത് ടീമിൻ്റെ ആരാധകരും ഈ വാണിയമ്പലം സ്റ്റേഡിയത്തിലെത്തിയിരുന്നു. മത്സരം തുടങ്ങിയത് മുതൽ ചെറിയ ചെറിയ കൊമ്പ് കുറുക്കലൊക്കെ പതിവാണ്. സ്വാഭാവികമായിട്ടും രണ്ട് ടീമുകൾ മത്സരിക്കുമ്പോൾ ആരാധകരുടെ ഒരു ആവേശവും ഇവിടെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ മത്സരത്തിൽ നെല്ലിക്കുത്ത് വിജയിച്ചതോടെ ആരാധകരുടെ ആവേശം കുറച്ചുകൂടി. പിന്നെ ഈ കയ്യാങ്കളി, അതായത് അതുവരെ ഉണ്ടായിരുന്ന പരസ്പരം കൊമ്പുകോർക്കൽ ഉന്തിലും തള്ളിലുമായി, കയ്യാങ്കളിയിലുമായി, അങ്ങനെയാണ് ഈ ഒരു സംഘർഷം ഉണ്ടായത്. എന്നാണെങ്കിലും ഇതിൽ വലിയ പരിക്കുകളൊന്നും ആർക്കും ഏറ്റതായിട്ട് ഇതുവരെ പുറത്തേക്ക് റിപ്പോർട്ട് വന്നിട്ടില്ല. നമ്മളിതുമായി ബന്ധപ്പെട്ട് വണ്ടൂർ പോലീസ് സ്റ്റേഷനിലെല്ലാം തന്നെ അന്വേഷിച്ചിരുന്നു. ഈ സംഭവിച്ചതിനെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സംഘാടകരെയും ടീമുകളെയൊക്കെ വിളിച്ചു വരുത്തി ഇക്കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷം തുടർ നടപടിയിലേക്ക് പോകുമെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ കേസെടുത്തിട്ടില്ല, പക്ഷേ അന്വേഷണത്തിന് ശേഷം നടപടിയിലേക്ക് പോകാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നാണ്. പക്ഷേ മലപ്പുറത്ത് സംഭവിച്ചത് സാധാരണമായ ഒരു സംഭവം തന്നെയാണ്. കാരണം ഓരോ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ഇടയിലും ഇതുപോലെയുള്ള ഉന്തും തള്ളും സംഘർഷമൊക്കെ ഉണ്ട്, പതിവാണ്. അതൊരു സംഘർഷം തെറ്റാണോ എന്ന് ചോദിച്ചാൽ ആവേശം ചിലപ്പോൾ കയ്യാങ്കളിയിൽ എത്തുന്നത് മലപ്പുറത്ത് ഫുട്ബോളിൻ്റെ വേദികളിൽ അല്ലെങ്കിൽ സ്റ്റേഡിയങ്ങളിൽ സെവൻസിൻ്റെ പ്രത്യേകിച്ചും അതൊരു സാധാരണ കാര്യം തന്നെയാണ് മലപ്പുറത്തുള്ളത്. പക്ഷേ ഇതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഇത് മറ്റൊരു തലത്തിലേക്ക് ഈ ഒരു കാര്യങ്ങൾ ചെന്നെത്തുന്നത്. എന്നാണെങ്കിൽ നിലവിൽ വലിയ പരിക്കുകൾ ആർക്കുമില്ല എന്ന വിവരം തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സംഘാടകരുമായിട്ടും അതുപോലെ തന്നെ ഈ ടീമുകളുമായിട്ടുമൊക്കെ കൃത്യമായ അന്വേഷണം നടത്തിയ ശേഷമായിരിക്കും പോലീസിന് നടപടി ഉണ്ടാവുക എന്നാണ് വണ്ടൂർ പോലീസ് അറിയിച്ചിട്ടുള്ളത്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. ഒരുപക്ഷെ മലപ്പുറത്ത് ഇതൊരു പതിവ് കാഴ്ചയാകാം. ഈ രീതിയിൽ മത്സരത്തിനിടെ, ഫുട്ബോൾ മത്സരത്തിനിടെ അതിരുവിട്ടുള്ള ആവേശം അത് സംഘർഷത്തിലേക്ക് നീങ്ങുന്നത്. പക്ഷെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് നല്ലതല്ല. അതൊരു പക്ഷെ വലിയ കയ്യാങ്കളിയിലേക്കും പിന്നീട് അതിൻ്റെ കുടിപ്പകയിലേക്കൊക്കെ നീങ്ങുന്ന സംഭവങ്ങളും മലപ്പുറം അടക്കമുള്ള ജില്ലകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യം മറക്കരുത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകും.